ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം നോക്കുന്നത് വുഡ് ഹാവ് ബീൻ. ഇത് ഏത് സാഹചര്യത്തിലാണ്, എങ്ങനെയാണ് ഇത് ഈസിയായി പറയുക എന്നുള്ളതാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നാം നോക്കിയത് നമുക്ക് ഒരു സാഹചര്യമില്ലാത്തതിൻ്റെ കാരണം ഒരു കാര്യം ചെയ്യാൻ കഴിയാതെ പോയപ്പോൾ നാം പറഞ്ഞു ഐ വുഡ് ഹാവ് ഡ്രോപ്ഡ് ഹിം എന്ന് പറഞ്ഞു. ഐ വുഡ് ഹാവ് വെച്ച് പറഞ്ഞു അല്ലേ, ഞാൻ അവനെ ഡ്രോപ്പ് ചെയ്യുമായിരുന്നു. പിന്നീട് നാം നോക്കിയത് ഐ വുഡ് ഹാവ് ടു ഡ്രോപ്പ് ഹിം, ഞാൻ അവനെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരുമായിരുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൊടുക്കാം, ഒന്ന് പോയി കണ്ടാൽ ഈസി ആയിരിക്കും. ഇന്ന് നാം നോക്കുന്നത് ഞാൻ അവിടെ ഉണ്ടാകുമായിരുന്നേനെ, ഞങ്ങൾ കൂടുതൽ സംതൃപ്തരാകുമായിരുന്നേനെ, അത് കുറച്ചുകൂടി മനോഹരമാകുമായിരുന്നേനെ എന്നൊക്കെ പറയാറില്ലേ. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കുമ്പോൾ നിങ്ങൾക്കത് വളരെ ഈസി ആവും കേട്ടോ. ഞാൻ അവിടെ ഉണ്ടാകുമായിരുന്നേനെ എന്നിങ്ങനെ പറയുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ കമ്പനിയിൽ മാനേജർ എല്ലാവർക്കും ഗിഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടെന്ന് വിചാരിക്കുക. ആ സമയത്ത് കഷ്ടകാലത്ത് നമ്മളവിടെ ഉണ്ടാവുകയും ചെയ്തില്ല. അപ്പോൾ നമ്മൾ അത് ഓർത്ത് പറയുകയാണ്, ഓ ഞാനവിടെ ഉണ്ടാകുമായിരുന്നേനെ, അല്ലെങ്കിൽ ഞാനവിടെ ഉണ്ടായേനെ. അതെങ്ങനെ പറയുക? ഇതിൽ പറയുമ്പോൾ ഐ വുഡ് ഹാവ് ബീൻ ദെയർ ഇങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ. പക്ഷെ പറയുമ്പോൾ വുഡ് ഹാവ് എന്നൊന്നും കേൾക്കില്ല, വുഡ് ഹാവ്. ഐ വുഡ് ഹാവ് ബീൻ ദെയർ, അത്രേ ഉള്ളൂ. ദെയർ, ഹിയർ എന്നൊക്കെ നമുക്കറിയില്ലേ. ഇതൊരു അവസ്ഥയെക്കുറിച്ച് പറയാനുള്ളതാണ്, അതുകൊണ്ടാണ് അവിടെ ബീൻ വെച്ചത് കേട്ടോ. ഐ വുഡ് ഹാവ് ബീൻ ദെയർ. ഞങ്ങൾ കൂടുതൽ സംതൃപ്തരാകുമായിരുന്നേനെ. അതായത് നമ്മൾ വല്ല സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കുറച്ചുകൂടെ കിട്ടിയിരുന്നെങ്കിൽ, കാശ് കുറഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ പറയുക, ഓ ഞങ്ങൾ കൂടുതൽ സംതൃപ്തരാകുമായിരുന്നേനെ എന്ന് പറയാം. ഞങ്ങൾ പറയുമ്പോൾ വി വുഡ് ഹാവ് ബീൻ മോർ സാറ്റിസ്ഫൈഡ്. വി വുഡ് ഹാവ് ബീൻ മോർ സാറ്റിസ്ഫൈഡ്. മറ്റൊന്ന് നോക്കൂ, നമ്മുടെ ഫ്രണ്ട്സോ മറ്റോ സ്വാഗത പ്രസംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവരോട് പറയാണ്, നീ ഈ പ്രസൻറ്റേഷന് മുന്നേ കുറച്ചുകൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യായിരുന്നെങ്കിലേ, ഇത് കുറച്ചുകൂടി ഒന്ന് മികച്ചതാക്കാമായിരുന്നേനെ. നമ്മുടെ ഒരു അഭിപ്രായം പറയുകയാണ്. എങ്ങനെ പറയാം? അത് കൂടുതൽ മികച്ചതാക്കാമായിരുന്നേനെ. ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ. ബെറ്റർ അല്ല കേട്ടോ, ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ. വേണമെങ്കിൽ നമുക്കിത് കൂട്ടി പറയാം. ഇഫ് യു ഹാഡ് പ്രാക്ടീസ്ഡ് എ ബിറ്റ് മോർ ബിഫോർ യുവർ പ്രസൻറ്റേഷൻ. ഇതാണ് ഇതിൻ്റെ മറ്റൊരു സെൻറ്റൻസ്. നമ്മളത് ഈസിയായി പറയാൻ വേണ്ടിയിട്ടാണ് ഒറ്റ സെൻറ്റൻസിൽ നിർത്തി പറയുന്നത്. നിങ്ങൾ സന്തോഷിക്കുമായിരുന്നേനെ. യു വുഡ് ഹാവ് ബീൻ ഹാപ്പി. യു വുഡ് ഹാവ് ബീൻ ഹാപ്പി. നല്ലൊരു വ്യക്തിയാകുമായിരുന്നേനെ. അവനെ നന്നായി വളർത്തിക്കൊണ്ടുവരാത്തൊരു ദോഷം നമ്മൾ പറയാറില്ലേ ചില ആളുകളൊക്കെ കണ്ടിട്ട്. അവൻ നല്ലൊരു വ്യക്തിയാകുമായിരുന്നേനെ. ഹി വുഡ് ഹാവ് ബീൻ എ ബെറ്റർ പേഴ്സൺ. ഹി വുഡ് ഹാവ് ബീൻ എ ബെറ്റർ പേഴ്സൺ. അവർ ഇവിടെ ഓൾറെഡി എത്തുമായിരുന്നേനെ. ഞങ്ങൾ വേണമെങ്കിൽ അരമണിക്കൂർ മുന്നേ അവിടെ എത്താം എന്നൊക്കെ എന്ന് പറഞ്ഞതുപോലെ അവർ ഇവിടെ ഓൾറെഡി എത്തുമായിരുന്നേനെ. ദേ വുഡ് ഹാവ് ബീൻ ഹിയർ ഓൾറെഡി. വേണമെങ്കിൽ നമുക്ക് പറയാം ഇഫ് ദേ ലെഫ്റ്റ് ഏർലിയർ. അതായത് അവർ കുറച്ച് മുന്നേ പുറപ്പെടുമായിരുന്നെങ്കിൽ അവർക്കിവിടെ നേരത്തെ എത്താൻ കഴിയുമായിരുന്നേനെ. ദേ വുഡ് ഹാവ് ബീൻ ഹിയർ ഓൾറെഡി. ഇത് വളരെ ഈസിയാണ്. നമ്മൾ ഈ വുഡ് ഹാവ് ബീൻ എന്ന് വെക്കുന്നത് ചില അവസ്ഥകൾക്ക് പറയാനാണ്. അവൻ വിഷമിച്ചേനെ. ഹി വുഡ് ഹാവ് ബീൻ വറീഡ്. ഞാൻ അവിടെ ആകുമായിരുന്നേനെ. ഐ വുഡ് ഹാവ് ബീൻ ദെയർ. ഞാൻ ഇവിടെ ആകുമായിരുന്നേനെ. ഐ വുഡ് ഹാവ് ബീൻ ഹിയർ. ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ ഈസിയാണ്. കഴിഞ്ഞ വീഡിയോയുടെ കമൻസിൽ ആരോ ചോദിച്ചിരുന്നു, ഐ വുഡ് ഹാവ് ടു ഡ്രോപ്പ് ഹിം എന്ന് പറയുന്നത് ഞാൻ അവനെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരുമായിരുന്നു എന്നുള്ളതിന് ഐ വുഡ് ഹാവ് ഹാഡ് ടു ഡ്രോപ്പ് ഹിം എന്ന് പറഞ്ഞുവിടുന്നു. രണ്ടും സെയിം മീനിങ്. അത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത് ചെയ്യേണ്ടി വരുമായിരുന്നു എന്നൊക്കെ കോറിലേറ്റ് ചെയ്ത് പറയാനാണ്. അത്രയും കോംപ്ലിക്കേഷനൊന്നും പോവണ്ട, നമുക്ക് വളരെ ഈസി ആയിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അഭിപ്രായം എന്താണെങ്കിലും കമൻസിൽ രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. I am Abdul Razak, Communicative English Trainer. Let's meet on next video. Thank you.